കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇത്തിരി പ്രതീക്ഷയിലൊക്കെയാണ്. നമ്മൾ ഭാവിയിലെങ്കിലും നന്നാവും എന്ന് പ്രതീക്ഷിക്കാൻ കാരണമുണ്ട്. ഓവർസീസ് ഇന്ത്യൻ പ്ലെയർ ആയിട്ട് ഇവിടേക്ക് വന്ന റയാൻ വില്യംസിന്റെ മികവിൽ നമ്മളുടെ ടീമിന്റെ പ്രകടനത്തിന്റെ മെന്റാലിറ്റി മൊത്തത്തിൽ മാറിയതിൽ നമുക്ക് സന്തോഷിക്കാം. പിന്നെ ഖാലിദ് ജമീൽ എന്ന പരിശീലകൻ ഇവിടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കും എന്നും ആരാധകർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഹോങ്കോങ്ങിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ ഇതുവരെ കണ്ട ഇന്ത്യ അല്ല കണ്ടത്. വളരെ ക്രിയേറ്റീവായിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ കളിക്കുന്ന ഒരു കൂട്ടം താരങ്ങളെ നമുക്ക് കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞു. വലിയ എതിരാളികളെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം പതിയെ പതിയെ ബെറ്റർ ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള അവസരം കൂടി താണ്ട വന്നിരിക്കുകയാണ്. നമ്മൾ ഫോർ നേഷൻ യൂണിറ്റി കപ്പിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒരു ടൂർണമെന്റിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പങ്കെടുക്കാൻ പോകുന്നത്. നേരത്തെ 1900-ലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിലേക്ക് പര്യടനം നടത്തുന്നത്. അന്ന് ലണ്ടൻ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടായിരുന്നു പോയത്. പിന്നീട് 2000-ൽ നമ്മളൊരു ലോങ് സീരീസ് ഇംഗ്ലണ്ടിൽ വെച്ച് കളിക്കാൻ പോയി. ബൈച്ചും കുട്ടിയെ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് അന്ന് ഫുൾഹാമിലേക്ക് ഇന്ത്യ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇന്ത്യയുടെ ഇംഗ്ലീഷ് മണ്ണിലെ അവസാനത്തെ മത്സരം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഈ ഒരു യൂണിറ്റി കപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 രാജ്യങ്ങളായിരിക്കും പങ്കെടുക്കുന്നത്. ഇതുവരെ കൺഫേം ആയിട്ടുള്ള രാജ്യങ്ങളിൽ ടോപ്പ് റാങ്ക്ഡ് ടീം നൈജീരിയയാണ്. നൈജീരിയയുടെ നിലവിലെ ഫിഫ റാങ്കിങ് വന്നിട്ട് 21. പിന്നീട് ജമൈക്കയുണ്ട്. ജമൈക്കയുടെ ഫിഫ റാങ്കിങ് വന്നിട്ട് 71. പിന്നെ ഒരു ടീം അത് ഏതാണ് എന്ന കാര്യത്തിൽ കൺഫേം ആയിട്ടില്ല. മറ്റൊരു ടീം ഇന്ത്യയാണ്. അങ്ങനെ ഇന്ത്യയെ കൂടാതെ ഈ 2 ടീമുകളും പിന്നീട് ഒരു ടീമും കൂടെ വരാറുണ്ട്. കഴിഞ്ഞ സീസണിലെ യൂണിറ്റി കപ്പിൽ പങ്കെടുത്ത ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈജീരിയ, ജമൈക്ക, അതുകൂടാതെ ഘാന, പിന്നീട് ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ, ഇത്രയും രാജ്യങ്ങളായിരുന്നു പങ്കെടുത്തത്. ഈ ഒരു സീസണിലേക്ക് വരുമ്പം നൈജീരിയ അവിടെയുണ്ട്, ജമൈക്ക അവിടെയുണ്ട്. അതുകൂടാതെ ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ആ ക്ഷണം ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു ടീമിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ചിലപ്പം അത് ആഫ്രിക്കൻ ടീം ആയിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ നോർത്ത് അമേരിക്കൻ ടീം ഏതെങ്കിലും ആയിരിക്കാം. എന്ത് തന്നെ ആയാലും കാര്യങ്ങൾ ഇപ്പം പോസിറ്റീവായിട്ട് പോകുന്നുണ്ട് എന്നതിൽ നല്ലതാണ്. യൂണിറ്റി കപ്പ് പോലെ ഒരു മേജർ ടൂർണമെൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നോക്കൗട്ട് ലെവൽ ഫോർമാറ്റ് ടൂർണമെൻ്റ് ആണ്. ആ ഒരു വലിയ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബൂസ്റ്റ് ആയിരിക്കും. അവിടെ അത്യാവശ്യം നല്ല നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മണ്ണിൽ നിന്നും കുറേ താരങ്ങളെ, ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ളവരെ കൂടി ആകർഷിക്കാനുള്ള ഒരു വേദിയായിട്ട് അത് മാറിയേക്കാം എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ ഫുൾ ഓൺ വൈബിൽ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.